നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെറ്റ്സിന്റെ പാർട്ട് 1 നമ്മൾ സെറ്റ്സിന്റെ ഡെഫിനിഷൻ, ഡിസ്ക്രിപ്ഷൻ, റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്, ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതിന്റെ വർക്ക്ഷീറ്റ്സ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി സെറ്റ്സിന്റെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ വെൻ ഡയഗ്രാംസിനെ കുറിച്ചും ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് ടോപ്പിക്കാണ്? വെൻ ഡയഗ്രാംസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വെൻ ഡയഗ്രാംസ് പറയും മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റ് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അതായത് എനിക്കിപ്പം ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കണം. ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്പെസിഫൈ ചെയ്ത ഏത് ഏരിയ എന്ന് പറയുന്നില്ല, ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസിനെ കുറിച്ചുമാണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ആ സ്റ്റഡിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ലോകത്തുള്ള എല്ലാ ആൾക്കാരെയാണ് അല്ലേ. അതായത് വേൾഡിലുള്ള എല്ലാ ആൾക്കാരും ആണല്ലോ. ഈ വേൾഡിലുള്ള എല്ലാ ആൾക്കാരെയും പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഓരോ കോണ്ടിനെന്റ്സിലും ഉള്ള ആൾക്കാരെ പഠിക്കും അല്ലേ. ഇപ്പൊ 7 കോണ്ടിനെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആദ്യം ഞാൻ ഈ 7 കോണ്ടിനെന്റ്സിലും ഉള്ള ആൾക്കാരെ കുറിച്ചായിരിക്കും ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഈ 7 കോണ്ടിനെന്റ്സിനകത്ത് ഞാനിപ്പോ ഏഷ്യ എടുക്കുകയാണ്. അപ്പൊ ഈ ഏഷ്യ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ഇതാണ് ഏഷ്യ എങ്കിൽ ഏഷ്യയിലുള്ള ഓരോ കൺട്രീസിനെ കുറിച്ചും പഠിക്കും അല്ലേ. ഓരോ രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കൺട്രി കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഉള്ള ഓരോ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കും. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സ്റ്റെപ്പായിട്ട് താഴോട്ട് വരാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിന്റെ എല്ലാം റെഫറൻസ് ആയിട്ട് വെച്ചേക്കുന്ന ആരെയായിരിക്കും? ഈ വേൾഡ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് ഹ്യൂമൻ പോപ്പുലേഷൻ എവിടെയുള്ളത്? ലോകത്തുള്ള ഹ്യൂമൻ പോപ്പുലേഷനെയാണ് നമ്മൾ എന്താക്കി വെച്ചേക്കുന്നത്? ഒരു റെഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത് അല്ലേ. അപ്പൊ അതിനെയാണ്, അതായത് ഈ വേൾഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഏറ്റവും വലിയ സെറ്റ്. നമ്മൾ ഈ കൺസിഡർ ചെയ്ത സബ്സെറ്റ്സ് എല്ലാം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അല്ലെങ്കിൽ ഈ സബ്സെറ്റ്സ് എല്ലാം ഏത് മെയിൻ സെറ്റിലുള്ള അതാണ്? ഈ വേൾഡ് എന്നുള്ള സെറ്റിലുള്ളതല്ലേ. അപ്പൊ എന്താണ് സെറ്റ്, എന്താണ് സബ്സെറ്റ് എന്നുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സബ്സെറ്റ് എന്താണ്? എ എന്നൊരു സെറ്റ് ഉണ്ട്, അതൊരു 1 2 3 ആണ്. 1 2 3 4 ആണെന്ന് വിചാരിക്കൂ. ബി എന്നും പറഞ്ഞ് വേറൊരു സെറ്റ് ഉണ്ട്, അത് 1 2 ആണ്. അപ്പൊ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി എയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയാം. ശരിക്കും ഈ കോൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അത് പറയുന്നില്ല. അപ്പൊ ഇവിടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഏഷ്യയിലുള്ള ആൾക്കാരെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏഷ്യയിലുള്ള ആൾക്കാർ വേൾഡിലുള്ള ആൾക്കാരുടെ ഭാഗം തന്നെയല്ലേ ആണല്ലോ. അപ്പൊ ഈ ഏഷ്യ എന്ന് പറയുന്നത് വേൾഡിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും വലിയ സെറ്റ്, നമ്മൾ റെഫറൻസ് ആയിട്ട് വെക്കുന്ന ഏറ്റവും വലിയ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് എടുക്കുന്ന സെറ്റ്സ് എല്ലാം എന്തായിരിക്കും? ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എ യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ഓൾ ദ റിലേറ്റഡ് സെറ്റ്സ് നോൺ ആസ് ഇറ്റ് സബ്സെറ്റ്സ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ സബ്സെറ്റിന്റെയും കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് യൂണിവേഴ്സൽ സെറ്റ് ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എ എന്നുള്ളൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്, 1 2 3 4. ബി എന്നുള്ള വേറൊരു സെറ്റ് കൺസിഡർ ചെയ്തു, 1 2. അപ്പൊ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു? ബി സബ്സെറ്റ് ഓഫ് എ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ബിയിൽ എലമെന്റ്സ് എല്ലാം ഏതിലുണ്ട്? എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്നുള്ളത് ബിയുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, എ എന്നുള്ളത് ബിയുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റ്സിന്റെയും ആരാണ്? സൂപ്പർ സെറ്റ് ആണ്. നമ്മളിപ്പം ഹ്യൂമൻ പോപ്പുലേഷൻ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആരായിരുന്നു? വേൾഡ് ആയിരുന്നു. അപ്പോൾ വേൾഡിലുള്ള പോപ്പുലേഷൻ ആയിരുന്നു നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ബാക്കി താഴോട്ട് കോണ്ടിനെന്റ്സിലുള്ളത് വരുമ്പോഴും കൺട്രീസിലുള്ള പോപ്പുലേഷൻ വരുമ്പോഴും എല്ലാം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ആ വേൾഡിലെ പോപ്പുലേഷന്റെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ താഴോട്ടുള്ള പോപ്പുലേഷൻസിന്റെ സബ്സെറ്റ്സിന്റെ എല്ലാം സൂപ്പർ സെറ്റ് ആണ് ഏതെന്ന് പറയാം? ഈ വേൾഡ് എന്നുള്ളത് എന്ന് പറയാം. ഓക്കെ,
All sets are subsets of a universal set. എല്ലാ സെറ്റ്സും യൂണിവേഴ്സൽ സെറ്റിന്റെ എന്താണ്? സബ്സെറ്റ് ആണ്. എ യൂണിവേഴ്സൽ സെറ്റ് ക്യാൻ ബി ഐദർ എ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. യൂണിവേഴ്സൽ സെറ്റ് ഫൈനൈറ്റ് സെറ്റും ആവാം, ഇൻഫൈനൈറ്റ് സെറ്റും ആവാം. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ളത് 1, 2, 3, 4 അതുപോലെ 10 വരെയുള്ള നമ്പേഴ്സ്, 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റായിട്ട് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു 1-2 സെറ്റ് എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇപ്പം എ എന്നുള്ള ഒരു സെറ്റ് ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10 ആണ്. ബി എന്നുള്ള ഒരു സെറ്റ് ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 10 എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള മെമ്പേഴ്സ്, എയിലുള്ള മെമ്പേഴ്സ് എല്ലാം എൻ്റെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, ബിയിലുള്ള മെമ്പേഴ്സും എല്ലാം എന്തുണ്ട്? എൻ്റെ യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ഒരു എങ്ങനത്തെ സെറ്റാണ്? ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അതായത് നമുക്ക് ടോട്ടൽ എണ്ണിക്കഴിഞ്ഞാൽ 10 എലമെന്റ്സ് മാത്രമേ എവിടെ ഉള്ളൂ? ഈ യൂണിവേഴ്സൽ സെറ്റിലുള്ളൂ. ഇനി എപ്പോഴാണ് യൂണിവേഴ്സൽ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്? ഇന്നലെ ഞാൻ ചില എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ഒക്കെ എഴുതുമ്പോൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എൻ എന്ന് ഞാൻ ഇന്നലെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ ക്യാപിറ്റൽ എൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? 1, 2, 3, 4, 5, 6 എന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരിടത്തും ചെന്ന് എന്ത് ചെയ്യൂല? സ്റ്റോപ്പ് ആവൂല. അപ്പം ഈ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. കാര്യം അതൊരിടത്ത് ചെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നില്ലല്ലോ, പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെയാണ്, മൈനസ് നമ്പേഴ്സും സീറോയും പ്ലസ് നമ്പേഴ്സും, ഇതിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെയാണ് ഞാൻ ഒരു യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ എന്ത് പറ്റും? ഈ നമ്പേഴ്സും ഒരിടത്തും ചെന്ന് എന്ത് ചെയ്യില്ല? സ്റ്റോപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസിൽ യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻഫൈനൈറ്റ് യൂണിവേഴ്സൽ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഇൻഫൈനൈറ്റ് യൂണിവേഴ്സൽ സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നും പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ പറഞ്ഞു തന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡീസ്, ഹ്യൂമൻ പോപ്പുലേഷൻ സ്റ്റഡിയിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ആരാണ്? ലോകത്തുള്ള എല്ലാ ആൾക്കാരും, ആ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ സെറ്റ്, ദ സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ഈച്ച് കൺട്രി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ സബ്സെറ്റ്. ഓരോ രാജ്യത്തുള്ള ആൾക്കാരെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? സബ്സെറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് യൂണിവേഴ്സൽ സെറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഏതിലോട്ട് പോവാം? വെൻ ഡയഗ്രാംസ് നോക്കാം. വെൻ ഡയഗ്രാംസ് ആർ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് എന്തെന്ന് പറയുന്നത്? വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി PSCയുടെ എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെൻ ഡയഗ്രാംസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ സർക്കിൾ ഒക്കെ വരച്ചിട്ടുള്ളതാ. ഇതാണ് വെൻ ഡയഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ റെക്ടാംഗിൾ ആൻഡ് ഇറ്റ് സബ്സെറ്റ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ സർക്കിൾ. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സെറ്റിന് ഒരു റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കി സെറ്റ് എല്ലാം ഏത് ഷേപ്പിലായിരിക്കും? സർക്കിൾ ആയിട്ടായിരിക്കും. അതിന്റെ സബ്സെറ്റ്സ് എല്ലാം സർക്കിൾസ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. The universal set is represented by the rectangle and the subsets are represented by circles. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഈ യെല്ലോ കളർ സ്പേസ് ആണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേൾഡ് വെച്ച് തന്നെ, പോപ്പുലേഷൻ വെച്ച് തന്നെ എക്സാമ്പിൾ പറയാം. അപ്പൊ ഈ യെല്ലോ ആണ് നമ്മളെ വേൾഡ് പോപ്പുലേഷൻ. ഈ യെല്ലോ ആണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏഷ്യയിലുള്ള പോപ്പുലേഷൻ ആണ് ആവശ്യം. അല്ലെങ്കിൽ ഞാൻ ആ വേൾഡ് പോപ്പുലേഷനിൽ നിന്ന് ഞാൻ കോണ്ടിനെന്റിൽ എടുക്കണ ഏതാണ്? ഏഷ്യയാണ്. അപ്പൊ ഈ റെഡ് ആണ് ഏഷ്യ എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ യൂണിവേഴ്സൽ സെറ്റായ, അതായത് വേൾഡ് എന്നുള്ളതിന്റെ സബ്സെറ്റ് ആയിട്ട് ആര് വരും? ഏഷ്യ എന്നുള്ള കോണ്ടിനെന്റ് വരും. ഇപ്പൊ ഞാൻ അടുത്ത് ആഫ്രിക്ക കൂടി കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ കണ്ടോ,
ആഫ്രിക്ക വേറൊരു സബ്സെറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ എനിക്ക് വേറൊരു സബ്സെറ്റായിട്ട് എന്ത് എഴുതാം? ഓസ്ട്രേലിയ എഴുതാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. അതിൻ്റെ സബ്സെറ്റ്സ് എല്ലാം നമ്മൾ ഏത് ഷേപ്പിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? ഏത് ഷേപ്പിലായിരിക്കും കാണിക്കുന്നത്? സർക്കിൾ ഷേപ്പിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ വെൻ ഡയഗ്രാംസ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് വെൻ ഡയഗ്രാംസിന്റെ കോൺസെപ്റ്റ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സെറ്റ്സിന്റെ ഓപ്പറേഷൻസ്. ഓക്കെ, അതിൽ ആദ്യത്തെ ഓപ്പറേഷൻ ആണ് യൂണിയൻ ഓഫ് സെറ്റ്. അപ്പോൾ എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്താണ്? യൂണിയൻ ഓഫ് സെറ്റ്സ് ആണ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. എൻ്റെ എ എന്നുള്ള സെറ്റ് ഒരു 1, 2, 3 ആണെന്ന് വിചാരിക്കൂ. ബി എന്ന അനദർ സെറ്റ് ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആണ്. ഓക്കെ, രണ്ട് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്, എയും ബിയും. ഇതിൻ്റെ യൂണിയൻ എപ്പോഴും നമ്മൾ യൂണിയൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു യു ഇട്ടിട്ടാണ് കേട്ടോ. ഇതുപോലൊരു യു വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂണിയനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ എ യൂണിയൻ ബി എന്നുള്ളത്, അതായത് എ യൂണിയൻ ബി എന്നുള്ളത് എന്തായിരിക്കും? ഈ രണ്ട് സെറ്റിലുമുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യും? ഒന്നിച്ചെഴുതും. അതായത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1, 2, 3 എ ബി സി. കണ്ടോ? എ യൂണിയൻ ബി എന്താണ്? എയിലുള്ള എല്ലാ എലമെന്റ്സും എഴുതും, ബിയിലുള്ള എല്ലാ എലമെന്റ്സും എഴുതും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോ എ ഈസ് ഈക്വൽ ടു എ ബി 1, 2 ആണ്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 5 ബി 3 ആണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതുക, രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതുക. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 1ഉം ബിയും രണ്ടിടത്തും ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ തവണ മാത്രം എഴുതിയാൽ മതി. അപ്പൊ 1ഉം ബിയും ഓൾറെഡി എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാൻ ബാക്കി? 5ഉം 3ഉം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്താണ്? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഒന്നിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി എന്നുള്ള സെറ്റ് കിട്ടും. നോക്കാം. Union of two sets means finding a set containing all the values in both sets. രണ്ട് സെറ്റിലുമുള്ള എല്ലാ വാല്യൂസിനെയും ഒറ്റ സെറ്റാക്കി എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിയൻ ഓഫ് ടു സെറ്റ് എന്ന് പറയുന്നത്. It is denoted using the symbol U and is read as union. ഇതുപോലൊരു യു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ വെൻ ഡയഗ്രാം നോക്കൂ. കണ്ടോ? നമ്മൾ യൂണിവേഴ്സൽ സെറ്റാണ് ഈ വൈറ്റ് പോർഷനിൽ കാണിച്ചേക്കുന്നത്. അതിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മൊത്തം, അതായത് എയുടെ ഫുൾ സർക്കിളും യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്, ബിയുടെ ഫുൾ സർക്കിളും യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് എയും ബിയും ഒന്നിച്ചുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാമാണ് എ യൂണിയൻ ബി. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതിനെയാണ് എന്തെന്ന് പറയുക? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കുറച്ച് വർക്ക് ഷീറ്റ്സ് നോക്കാം. നോക്കൂ. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. നമുക്ക് സെറ്റ്സ് തന്നിട്ടുണ്ട്, അതിന്റെ യൂണിയൻ എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ എന്ത് ചെയ്യുക? എ ഈസ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എ യൂണിയൻ ബി അല്ലേ? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 2, 4, 6 അതുപോലെ എഴുതുക. അടുത്ത ബി സെറ്റ് ഏതാണ്? 1, 2, 3 അല്ലേ? അപ്പൊ 2 രണ്ടിടത്തും ഉണ്ടല്ലോ. അത് നമുക്ക് എത്ര തവണ എഴുതിയാൽ മതി? ഒറ്റ തവണ എഴുതിയാൽ മതി. ബാക്കി ആരുണ്ട്? 1ഉം 3ഉം. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ചേർത്ത് എഴുതും. അടുത്ത് നോക്കൂ. പി ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ബി സി ഡി. അപ്പൊ പി യൂണിയൻ ക്യൂ എന്താണ്? പി യൂണിയൻ ക്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു ആദ്യം എഴുതി. ഇതിൽ ഏത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മൾ ഇനി എ എഴുതണോ? വേണ്ട. ബാക്കി ആരുണ്ട്? ബി സി ഡി. ഓക്കെ, അടുത്ത നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം.
x is equal to set x such that x element of capital N, x is equal to 2n, n less than 4. അപ്പോൾ ഇത് ഏത് ഫോമിലുള്ളതാണ്? സെറ്റ് ബിൽഡർ ഫോമിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ റോസ്റ്റർ ഫോം ആദ്യം ഒന്ന് എഴുതാം. x is equal to, നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഇവിടെ ഒരു ഇക്വേഷൻ പോലെ പറയുന്നുണ്ട് അല്ലേ? എന്താണ്? x is equal to 2n. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി എഴുതാം. x is equal to 2n ആണ്. n ലെസ് ദാൻ 4 ആണെന്നും പറയുന്നുണ്ട്. n ലെസ് ദാൻ 4 ആകുമ്പം ഏതൊക്കെ നമ്പേഴ്സ് വരും? 1 വരും, 2, 3, അത്രയല്ലേ ഉള്ളൂ. അത് എന്തും കൂടി പറയുന്നുണ്ട്? നാച്ചുറൽ നമ്പേഴ്സിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 4 ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്നിന്റെ വാല്യൂസ് കിട്ടി, 1, 2, 3. ഇനി എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് നോക്കൂ. 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 എത്രയാണ്? 2 അല്ലേ? അപ്പം നമ്മളെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്. 2 ഇൻറ്റു രണ്ടാമത്തെ എലമെന്റ് 2, 2 ഇൻറ്റു 2 എത്രയാണ്? 4 അല്ലേ? അടുത്ത ഏത് വരും? 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 എത്രയാണ്? 6 അല്ലേ? അപ്പം നമ്മുടെ സെറ്റ് എക്സിന്റെ റോസ്റ്റർ ഫോം എന്താണ്? 2, 4, 6 ആണ്. ഇനി നമുക്ക് വൈയുടെ റോസ്റ്റർ ഫോം എഴുതി നോക്കാം. സെറ്റ് y എന്ന് പറയുന്നത് x ഈസ് ആൻ ഈവൻ നമ്പർ ലെസ് ദാൻ 10 ആണ്. x ഒരു ഈവൻ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 10 ആയിരിക്കണം. അപ്പൊ ലെസ് ദാൻ 10 ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആരൊക്കെയാണ്? 2, 4, 6, 8 അല്ലേ? അപ്പൊ y എന്നുള്ള സെറ്റ് 2, 4, 6, 8. ഇനി നമുക്ക് എന്താണ് ശരിക്കും കണ്ടുപിടിക്കാനുള്ളത്? യൂണിയൻ ആണ്. അപ്പൊ x യൂണിയൻ y, x യൂണിയൻ y ഈസ് ഈക്വൽ ടു സെറ്റ്. ഇതിൽ 2, 4, 6 ഓൾറെഡി രണ്ടിടത്തും ഉണ്ട്. അപ്പൊ എത്ര തവണ എഴുതിയാൽ മതി? ഒരു തവണ എഴുതിയാൽ മതി. 2, 4, 6 കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? എക്സ്ട്രാ ആയിട്ടുള്ളത് ആരാണ്? 8 അല്ലേ? 8. അപ്പം എന്താണ് x യൂണിയൻ y എന്ന് പറയുന്നത്? 2, 4, 6, 8 ആണ് x യൂണിയൻ y എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വർക്ക് ഷീറ്റ്സും കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് p is equal to set 1, 2, 3, q is equal to set 2, 3, 4, r is equal to set 3, 4, 5, s is equal to set 4, 5, 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? യൂണിയൻ കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ നോക്കാം, p യൂണിയൻ q. അപ്പൊ p ഇവിടെ ഉണ്ട്, q ഇവിടെ ഉണ്ട്. p യൂണിയൻ q നമുക്ക് എന്ത് എഴുതാം? 1, 2, 3, ബാക്കി ആരൊക്കെ ഉണ്ട്? 4. അപ്പൊ p യൂണിയൻ q എന്താണ്? 1, 2, 3, 4. കാര്യം 2, 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒറ്റ തവണ എഴുതിയാൽ മതി. അടുത്ത p യൂണിയൻ r നോക്കാം. p ഇവിടെ ഉണ്ട്, 1, 2, 3. ഇനി r എവിടെ? r 3, 4, 5 ആണല്ലേ? അപ്പൊ നമുക്ക് ആരെ വേണ്ട? ഇനി 3 എഴുതണ്ട, ബാക്കി ആരെ എഴുതിയാൽ മതി? 4ഉം 5ഉം മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഇതിന് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ q യൂണിയൻ r ആണ്. അപ്പൊ q ഉണ്ട്, r ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? q യൂണിയൻ r കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ q യൂണിയൻ s ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? qവും s ഉണ്ട്, രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? യൂണിയൻ എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. p യൂണിയൻ q യൂണിയൻ r, p യൂണിയൻ q യൂണിയൻ r, മൂന്നെണ്ണത്തിന്റെ യൂണിയൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് സെറ്റ് ഉണ്ട്, ആ രണ്ട് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഒന്നിച്ചെഴുതണയാണ്. ഓക്കെ, അപ്പോൾ 3 സെറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 3 സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഒന്നിച്ചെഴുതിയാൽ മതി. ഓക്കെ, നോക്കാം എന്തായിരിക്കും p യൂണിയൻ q യൂണിയൻ r എന്നുള്ളത്. നിങ്ങൾക്ക് തെറ്റിപ്പോകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം p യൂണിയൻ q കണ്ടുപിടിക്കുക. അപ്പോൾ p യൂണിയൻ q ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ആണ്. ഓക്കെ, അപ്പോൾ p യൂണിയൻ q എന്താണ്? 1, 2, 3, 4 ആണ്. സെറ്റ് ഓഫ് 1, 2, 3, 4 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമുക്ക് p യൂണിയൻ q എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. ഇതിനെ ആറുമായിട്ട് യൂണിയൻ എടുത്താൽ മതി. നമ്മുടെ ആറിന്റെ വാല്യൂ ഇവിടെ എന്തായിരുന്നു? r ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5 ആയിരുന്നല്ലേ? r ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ p യൂണിയൻ q യൂണിയൻ r എന്താണ്? സെറ്റ് ഓഫ് 1, 2, 3. ബാക്കി ആരുണ്ട്? 4, 3ഉം 4ഉം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തവണ എഴുതിയാൽ മതി. പിന്നെ ബാക്കി ആര് വരുന്നുണ്ട്? 5 ഉണ്ട്. കണ്ടില്ലേ? അപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യത്തെ രണ്ടിന്റെ യൂണിയൻ എടുക്കുക, ആ സെറ്റുമായിട്ട് മൂന്നാമത്തെ സെറ്റിന്റെ യൂണിയൻ എടുക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇവിടെ p യൂണിയൻ q തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ p യൂണിയൻ q എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് അറിയാം? 1, 2, 3, 4 ആണെന്നറിയാം. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എസിന്റെയും കൂടി യൂണിയൻ എടുക്കണം. അപ്പൊ എസ് ഇവിടെ എത്രയാണ്? എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 4, 5, 6 ആണല്ലേ? അപ്പൊ എസ് എന്ന് പറയുന്നത് സെറ്റ് 4, 5,
6 ആണ്. അപ്പൊ ഈ യൂണിയൻ P യൂണിയൻ Q യൂണിയൻ S നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് 1 2 3 4 5 6. കണ്ടോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമുക്ക് യൂണിയനെ കുറിച്ച് പറയാനുള്ളത്. യൂണിയൻ കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന മറ്റൊരു സെറ്റ് ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ എന്ന് പറയും. എന്താണ് ഇന്റർസെക്ഷൻ? അപ്പോൾ എന്താണ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്ന് നോക്കാം. അപ്പൊ യൂണിയൻ നമ്മൾ എന്ത് വെച്ചിട്ടായിരുന്നു റെപ്രസെന്റ് ചെയ്തത്? യൂണിയൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് യു വെച്ചിട്ടാണ്. അപ്പൊ ഇന്റർസെക്ഷൻ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? മലയാളത്തിൽ നമ്മൾ റാ എഴുതൂലേ, അതുപോലെയാണ് ഇന്റർസെക്ഷൻ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് ഇന്റർസെക്ഷൻ? ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്നുണ്ട്. ബി എന്നുള്ള സെറ്റ് ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2 5 5 8 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുക? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുക. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരാണ്? നോക്കൂ, ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരൊക്കെയായിരുന്നു? 1ഉം 2ഉം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ആരാണ്? സെറ്റ് ഓഫ് 1 and 2. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരു PDF നോട്ട് കിട്ടുമല്ലോ. ആ നോട്ടിൽ യൂണിയൻ പഠിപ്പിക്കുമ്പോൾ യൂണിയന്റെ സൈഡിൽ എന്ത് എഴുതി വെക്കുക? എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റ്സ് ഒന്നും നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. അതുപോലെ ഇന്റർസെക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിന്റെ സൈഡിൽ എന്ത് എഴുതി വെക്കുക? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ വായിക്കാതെ തന്നെ ആ വേർഡ് കേൾക്കുമ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർസെക്ഷനകത്ത് പറയുന്നത്. ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ ഇന്റർസെക്ഷൻ ബി. ഇതിനെ എന്തെന്നാണ് നമ്മൾ വായിക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്നാണ് ആ ഒരു സിമ്പിൾ, ആ റാ സിമ്പിളിനെ പറയുന്നതാണ് ഇന്റർസെക്ഷൻ. ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ആർ കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വെൻ ഡയഗ്രാം നോക്കൂ. ഞാനിപ്പോ മാർക്ക് ചെയ്യുന്ന യെല്ലോ ഇട്ട് മാർക്ക് ചെയ്യുന്നതാണ് നമ്മളെ യൂണിവേഴ്സൽ സെറ്റ്. അതിൽ എ എന്നുള്ള സെറ്റ് ഉണ്ട്, ബി എന്നുള്ള സെറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഏരിയ ഇതല്ലേ, അല്ലേ? എയും ബിയും കോമൺ ആയിട്ടുള്ള ഏരിയ ഏതാണ്? ഇത്രയും പോർഷൻ ആണ്. കണ്ടില്ലേ? ഈ എ എന്നുള്ള സർക്കിളിന്റെ കൂടി തന്നെയാണ് ബി. അതായത് എയുടെ കുറച്ച് പോർഷൻ എവിടെ ഇൻക്ലൂഡഡ് ആണ്? ബിയിൽ ഇൻക്ലൂഡഡ് ആണ്. ആ കോമൺ ഏരിയ ഏതാണ്? ഇതാണ്. അതിനെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്? എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഇതുപോലെയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്? ഈ ഒരു പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുത്തേക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇന്റർസെക്ഷൻ മനസ്സിലാവാൻ കുറച്ച് വർക്ക് ഷീറ്റ്സ് നോക്കാം. ആദ്യം എന്താണ്? ഫൈൻഡ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്. ഈ തന്നേക്കുന്ന സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 4 9 16. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 6 9 12. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ്, ഇവിടെ കോമൺ ആരുണ്ട്? 1 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. 9 ഉണ്ടോ? ഉണ്ടല്ലേ. 16 ഇല്ല. അപ്പൊ കോമൺ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? 9 ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 9 ആണ്. ഒരു സെറ്റിനകത്ത് ഒറ്റ എലമെന്റേ ഉള്ളൂങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുമെന്ന് പഠിച്ചല്ലേ. അപ്പൊ ഇത് സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഏതാണ്? 9 മാത്രമേ എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് വരുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ഉണ്ട്, ഡി ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? സി ഇന്റർസെക്ഷൻ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് പി ഉണ്ടോ? ഇല്ല. ക്യൂ ഉണ്ടോ? ഇല്ല. ആർ ഉണ്ടോ? ഇല്ല. എസ് ഉണ്ടോ? ഇല്ല. അതായത് സി ഇന്റർസെക്ഷൻ ഡിക്കകത്ത് കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല.
ആ സെറ്റിനകത്ത് ഒരു എലമെന്റ്സും ഇല്ല, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? എംപ്റ്റി സെറ്റ് എന്ന് പറയും. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഒന്നുകിൽ സെറ്റ് സിംബൽസ് മാത്രം ഇടുക, അകത്ത് എലമെന്റ്സ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? ഫൈ എന്നിടാം. ഓക്കെ, അപ്പൊ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ ഒന്നുകിൽ സെറ്റ് സിംബൽസ് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫൈ എന്നിടാം. അപ്പോൾ ഇവിടെ സി ഇന്റർസെക്ഷൻ ഡി എന്നുള്ളത് എന്താണ് ആൻസർ? നൾ സെറ്റ് ആണ്, ഫൈ ആണ്. കാര്യം കോമൺ എലമെന്റ്സ് ഒന്നുമില്ല. കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ സെറ്റിനകത്ത് വേറെ എലമെന്റ്സ് ഇല്ലല്ലോ. അപ്പൊ എന്തെന്ന് എഴുതാം? ഫൈ എന്ന് എഴുതാം. ഇനി അടുത്ത് നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് ലോയൽ, y is equal to set x such that x is a letter in the word ഫ്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ രണ്ടേയും റോസ്റ്റർ ഫോം എഴുതാം, എങ്കിലല്ലേ നമുക്ക് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ എങ്ങനെ റോസ്റ്റർ ഫോം എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് ലോയൽ. അപ്പം എൽ കോമ ഒ കോമ വൈ കോമ എ, രണ്ട് പ്രാവശ്യം എല്ല് വരുന്നതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യൂല. വൈ ഈസ് ഈക്വൽ ടു എഫ് കോമ എൽ കോമ ഒ ഡബ്ല്യു. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ എടുക്കാൻ എളുപ്പമല്ലേ? എന്താണ് ഇന്റർസെക്ഷൻ? എക്സ് ഇന്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു സെറ്റ്. കോമൺ ആയിട്ടുള്ള ആരൊക്കെയാണ്? ഓ കോമൺ ആണല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ഏത് എഴുതാം? ഓ എഴുതാം. പിന്നെ ഏത് കോമൺ ആണ്? എല്ല് കോമൺ ആണല്ലേ. അപ്പൊ സെക്കൻഡ് എലമെന്റ് എന്ത് എഴുതാം? എല്ല് എഴുതാം. അപ്പൊ എന്താണ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത്? എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ഓയും എല്ലും ആണ്. സെറ്റ് ഓഫ് ഓ ആൻഡ് എൽ ആണ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ്സ് കൂടി നോക്കാം. ഇഫ് പി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3, Q is equal to set of 2 3 4, R is equal to set of 3 4 5, S is equal to set of 4 5 6. അങ്ങനെയാണെങ്കിൽ P ഇന്റർസെക്ഷൻ Q കണ്ടുപിടിക്കുക, P ഇന്റർസെക്ഷൻ R കണ്ടുപിടിക്കുക, Q ഇന്റർസെക്ഷൻ R കണ്ടുപിടിക്കുക, Q ഇന്റർസെക്ഷൻ S കണ്ടുപിടിക്കുക. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? P ഇന്റർസെക്ഷൻ Q ആണ്. P ഇന്റർസെക്ഷൻ Q നമുക്ക് നോക്കാം. P യിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? 1 2 3 ആണ്. Q യിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? 2 3 4 ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ അല്ലേ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 2 3 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പി ഇന്റർസെക്ഷൻ ആർ. പിയിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? 1 2 3 ആണ്. ആറിലെ എലമെന്റ്സ് ആരൊക്കെയാണ്? 3 4 5 ആണ്. അപ്പൊ കോമൺ എലമെന്റ്സ് ഏതാണ്? 3 മാത്രമല്ലേ ഉള്ളൂ അല്ലേ? 3 മാത്രമല്ലേ രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. ഇനി അടുത്ത് നോക്കൂ, ക്യൂ ഇന്റർസെക്ഷൻ ആർ. ക്യൂ ഏതാണ്? 2 3 4 ആണ്. ആർ 3 4 5 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഇന്റർസെക്ഷൻ ആർ എത്രയാണ്? 3ഉം 4ഉം ആണ്. കോമൺ ആയിട്ടുള്ള ആരാണ്? 3ഉം 4ഉം ആണ്. അടുത്ത് ക്യൂ ഇന്റർസെക്ഷൻ എസ് എത്രയാണെന്ന് നോക്കാം. ക്യൂ എത്രയാണ്? 2 3 4 ആണ്. എസ് എത്രയാണ്? 4 5 6 ആണ്. അപ്പൊ രണ്ടിനും കോമൺ ആര് മാത്രമേ ഉള്ളൂ? 4 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ക്യൂ ഇന്റർസെക്ഷൻ എസിന്റെ ആൻസർ എത്രയാണ്? 4 ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ, പി ഇന്റർസെക്ഷൻ ക്യൂ ഇന്റർസെക്ഷൻ ആർ. പി ഇന്റർസെക്ഷൻ ക്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഏതാണ്? 2 3 അല്ലേ? ആർ എത്രയാണ്? 3 4 5 ആയിരുന്നു അല്ലേ? അപ്പോ പി ഇന്റർസെക്ഷൻ ക്യൂ എന്തുവായിരുന്നു? ഈക്വൽ ടു സെറ്റ് 2 3. ആർ എത്രയായിരുന്നു? ഈക്വൽ ടു 3 4 5. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പി ഇന്റർസെക്ഷൻ ക്യൂ ഇന്റർസെക്ഷൻ ആർ വേണം കണ്ടുപിടിക്കാൻ. പി ഇന്റർസെക്ഷൻ ക്യൂയിലുള്ള എലമെന്റ്സും ആറിലെ എലമെന്റ്സും വെച്ചിട്ട് എന്ത് ചെയ്യണം? കോമൺ ടേംസ് നോക്കണം. അപ്പൊ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 3 4 5 ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള ആരാണ്? 3 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ, പി ഇന്റർസെക്ഷൻ ക്യൂ ഇന്റർസെക്ഷൻ ആർ എത്ര വരും? 3 എന്ന് വരും. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർസെക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായി. ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് നോക്കാം. ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്താണ്? Two sets A and B are said to be disjoint if A intersection B is equal to 5. A intersection B empty set ആണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രാം കണ്ടു. അതെങ്ങനെയായിരുന്നു? A ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ നടുക്ക് ഞാൻ ഈ വരച്ച് കാണിച്ചേക്കണെയാണ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ള ആ ഒരു പോയിന്റ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് വരുന്നത്. അതേസമയം ഡിസ്ജോയിന്റ് സെറ്റ്സ് വരുമ്പോ എങ്ങനെയായിരിക്കും? വെൻ ഡയഗ്രാം ദാ ഇതുപോലെ ആയിരിക്കും. എയും ബിയും തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു പോർഷനും കാണൂല. എയും ബിയും
രണ്ട് സൈഡിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആ കോമൺ പോർഷൻ നൾ സെറ്റ് ആയിരിക്കും, എലമെന്റ്സ് ഒന്നും ഇല്ല കോമൺ ആയിട്ട്. അങ്ങനെയുള്ള സെറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയുക. അപ്പൊ എപ്പോഴാണ് രണ്ട് സെറ്റ് ഡിസ്ജോയിന്റ് ആവുന്നത്? അതിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് സെറ്റും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെന്ന് പറയാം. അടുത്ത കോൺസെപ്റ്റ് നോക്കൂ, ഇന്റർസെക്റ്റിംഗ് ഓർ ഓവർലാപ്പിംഗ് സെറ്റ്സ്. എന്താണ് ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സെറ്റ്സ് എന്ന് പറയുന്നത്? ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഇന്റർസെക്റ്റിംഗ് ഓർ ഓവർലാപ്പിംഗ് ഇഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾസിനകത്ത് ഒരിടത്ത് 5 വന്നിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ അത് ഡിസ്ജോയിന്റ് ആണ്. നോട്ട് ഈക്വൽ ടു 5 ആണ്, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ ആ സെറ്റിൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വേർഡ് എല്ലാം പരിചയപ്പെട്ടിരിക്കാനാണ് ഞാൻ അതിന്റെ എല്ലാം ഡെഫിനിഷൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കണം. അപ്പൊ ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി സെറ്റ് ആവാൻ പാടില്ല. അടുത്ത് നമ്മൾ പഠിക്കുന്ന സെറ്റ് ഓപ്പറേഷൻ ആണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അപ്പം ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഫോർ എനി സെറ്റ്സ് എ ആൻഡ് ബി their difference a minus b is defined as a set of elements which belongs to a but not b. എയിലുള്ള എലമെന്റ് ആയിരിക്കണം, ബിയിൽ കാണാൻ പാടില്ല. അപ്പൊ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? നിങ്ങൾക്ക് മലയാളത്തിൽ നോട്ട് ചെയ്യാം, എയിൽ ഉണ്ടായിരിക്കണം പക്ഷേ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആണെന്ന് വിചാരിച്ചോ. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി എന്താണെന്ന് ഞാൻ പറഞ്ഞു, എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇവിടെ എയിലുള്ള എലമെന്റ്സും ബിയിൽ ഇല്ലാത്ത എലമെന്റ്സും ആരൊക്കെ മാത്രമേ ഉള്ളൂ? 1 ഉം 2 അല്ലേ ഉള്ളൂ. അപ്പോൾ എ മൈനസ് ബി എത്രയാണ്? സെറ്റ് ഓഫ് 1 2 ആണ്. എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമില് നമുക്ക് എങ്ങനെ പറയാം? ഡസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എന്തായിരിക്കണം? എയിലെ എലമെന്റ് ആയിരിക്കണം. അതേസമയം എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി ആയിരിക്കണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ തിരിച്ച് ബി മൈനസ് എ ആണ് നമ്മൾ പറയുന്നതെങ്കിലോ, എക്സ് ബിയിലെ എലമെന്റ് ആയിരിക്കണം, പക്ഷെ എന്താവാൻ പാടില്ല? എയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആണ്. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് 5 10 15 20. എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 3 6 10 5. അപ്പോൾ ഞാൻ ഡി മൈനസ് എഫ് ചെയ്യുകയാണ്. ഡി മൈനസ് എഫിന്റെ അർത്ഥം എന്താണ്? ഡിയിൽ ഉണ്ടായിരിക്കണം, എഫിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നോക്കൂ, ഡിയിലുള്ളതും എഫിലും ഇല്ലാത്തതുമായ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സെറ്റ് സിമ്പൽ ഓപ്പൺ ചെയ്തു. ഡിയിൽ 5 ഉണ്ട്, എഫിൽ 5 ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ആ വാല്യൂ എഴുതാൻ പറ്റൂല. ഡിയിൽ 10 ഉണ്ട്, എഫിൽ 10 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആ വാല്യൂ കിട്ടൂല. അടുത്ത് നോക്കൂ, ഡിയിൽ 15 ഉണ്ട്, എഫിൽ 15 ഉണ്ടോ? ഇല്ല. അപ്പൊ ഡിയിലുള്ളതും എഫിൽ ഇല്ലാത്തതും ഒരു എലമെന്റ് ഏതാണ്? 15. അടുത്ത് 20, ഡിയിൽ 20 ഉണ്ട്, എഫിൽ 20 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 20. അപ്പൊ ഏതൊക്കെയാണ് ഡി മൈനസ് എഫ് വരുമ്പോൾ ഉള്ളത്? 15ഉം 20ഉം. ഇനി നമുക്ക് തിരിച്ചതൊന്ന് എഴുതി നോക്കാം. അതായത് എഫ് മൈനസ് ഡി നോക്കാം. എഫ് മൈനസ് ഡിയുടെ അർത്ഥം എന്താണ്? എഫിൽ ഉണ്ടായിരിക്കണം, ഡിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എഫിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 ഒരെണ്ണം ഉണ്ട് അല്ലേ. ഡിയിൽ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു എലമെന്റ് ഏത് വരും? 3 വരും. 6 ഉണ്ട് എഫിൽ, ഡിയിലുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത എലമെന്റ് ഏത് വരും? 6 വരും. 10 എഫിലുണ്ട്, ഡിയിൽ 10 ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്കത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത് നോക്കൂ, 5 ഉണ്ട് എഫിൽ, ഡിയിലുണ്ടോ? ഡിയിലും 5 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റൂല. അപ്പോൾ എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഏത് മാത്രമേ ഉള്ളൂ? സെറ്റ് ഓഫ് 3 6 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സി മൈനസ് ഡി നോക്കാം. സി മൈനസ് ഡി എന്താണ്? സിയിലുള്ളതും ഡിയിലില്ലാത്തതും. സിയിലുള്ളതും ഡിയിലില്ലാത്തതും. സിയിലുള്ള എ ബി സി ഡി എവിടെ ഏതെങ്കിലും ഒന്ന് ഡിയിലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സിയിലുള്ളതും ഡിയിലില്ലാത്തതും ഏത് വരും? എ ബി സി ഡി തന്നെ വരും അല്ലേ. കാര്യം എയും ബിയും സിയും ഡിയും ഡിക്കകത്തില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സിയിലുള്ളതും ഡിയിലില്ലാത്തതും ഏത് തന്നെയാണ്? സെറ്റ് സി തന്നെയാണ്. കൺഫ്യൂഷൻ ഉണ്ടോ?
ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് വർക്ക് ഷീറ്റ്സ് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി, ബി ഈസ് ഈക്വൽ ടു സെറ്റ് ബി സി ഡി ഇ, സി ഈസ് ഈക്വൽ ടു സെറ്റ് സി ഡി ഇ എഫ് ആൻഡ് ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഡി ഇ എഫ് ജി, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ മൈനസ് ബി. ആദ്യം എ മൈനസ് ബി കണ്ടുപിടിക്കുക. എന്താണ് എ മൈനസ് ബി? എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എ മൈനസ് ബി നോക്ക്. എ ഉണ്ടോ? ബിയിൽ എ ഉണ്ടോ? ഇല്ല. ബി ഉണ്ടല്ലേ, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് മാത്രമേ വരൂ? എ മാത്രമേ വരൂ. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെന്റ് ആര് മാത്രമാണ്? എ മാത്രമാണ്. അടുത്ത് നോക്കൂ, ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ബിയിൽ ഉണ്ടായിരിക്കണം, സിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ബിയിൽ ഏതൊക്കെയുണ്ട്? ബി, സി, ഡി, ഇ. അതില് സിയും ഡിയും ഇയും എവിടെയുണ്ട്? സിയിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് എലമെന്റ് മാത്രമേ സിയിൽ ഇല്ലാതുള്ളൂ? ബി മാത്രമേ സിയിൽ ഇല്ലാതുള്ളൂ. അടുത്ത ഏതാണ്? സി മൈനസ് ഡി. സി മൈനസ് ഡി നോക്കൂ. സിയിൽ ഉണ്ടായിരിക്കണം, ഡിയിൽ ഉണ്ടാകാൻ പാടില്ല. അതേതൊക്കെയാണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ സിയിൽ മാത്രം വരുന്നത് ആരേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അത് കറക്റ്റ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് അർത്ഥം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഇത് സിമിലർ ടു ആ എ മൈനസ് ബി തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ് വെച്ചിട്ടാണ്. അപ്പൊ കോംപ്ലിമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ യൂണിയനെ യു വെച്ച് റെപ്രസെന്റ് ചെയ്ത്, ഇന്റർസെക്ഷനെ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു, മറ്റേ ഡിഫറൻസ് വന്നപ്പോൾ മൈനസ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോംപ്ലിമെന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. എ കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ നമ്മൾ എ ഇട്ടിട്ട് മുകളിൽ ഒരു കുഞ്ഞു വര 1 കൊടുത്താൽ മതി. ഒരു വര പോലെ അല്ലെങ്കിൽ ഒരു 1 കൊടുത്താൽ മതി. ഇതാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ എന്താണ് കോംപ്ലിമെന്റ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ്. യു ആണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. എ യുവിന്റെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ കോംപ്ലിമെന്റ് ഓഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് എലമെന്റ് ഓഫ് എ. യു എന്നുള്ള യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, എ എന്നുള്ള അല്ലാത്ത ഒരു സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു മൈനസ് എ ആണ്. എ കോംപ്ലിമെന്റ് എന്താണ്? യു മൈനസ് എ ആണ്. യുയിൽ ഉണ്ടായിരിക്കണം, എയിൽ ഉണ്ടാകാൻ പാടില്ല. ദ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ദ എലമെന്റ് ഓഫ് എ. അപ്പം യുയിൽ ഉണ്ടായിരിക്കണം, എയിൽ ഉണ്ടാകാൻ പാടില്ല എങ്കിൽ നമുക്ക് അതിനെ യു മൈനസ് എ എന്ന് പറഞ്ഞൂടെ? അപ്പൊ എന്താണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ ആണെന്ന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് അതിന്റെ പ്രോബ്ലം നോക്കാം. Let u is equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കണം. A is equal to set 1, 2, 4, 6, 8, 10 and B is equal to set 1, 3, 5, 7, 8, 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം A കോംപ്ലിമെന്റ് കാണണം. എന്താണ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് ഞാൻ എന്താണെന്ന് പറഞ്ഞു? യു മൈനസ് എ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ യു മൈനസ് എ ആണ്. യുയിലുള്ളതും എയിൽ ഇല്ലാത്തതും. അപ്പൊ നോക്കാം, എയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ ഞാനത് മാർക്ക് ചെയ്യാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ ഇത്രയും വാല്യൂസ് എവിടെ ഉണ്ട്? എയിലുണ്ട്. ഇനി എയിൽ ഇല്ലാത്ത വാല്യൂസ് ഏതൊക്കെ ഉള്ളൂ? 3, 5, 7, 9. ഓക്കെ, 3ഉം 5ഉം 7ഉം 9ഉം മാത്രമേ എയിൽ ഇല്ലാതുള്ളൂ. അപ്പൊ എനിക്ക് എ കോംപ്ലിമെന്റ് എന്തെന്ന് കിട്ടി? 3, 5, 7, 9 എന്ന് കിട്ടി. അടുത്ത എന്താണ്? ബി കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ബി കോംപ്ലിമെന്റ് നോക്കാം. ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യു മൈനസ് ബി ആയിരിക്കും. അപ്പൊ യു മൈനസ് ബി നോക്കൂ. ബിയിൽ ഏതൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7, 8, 9 ഉണ്ട്. ഓക്കെ, അപ്പൊ ബിയിൽ ഇല്ലാത്തത് ആരൊക്കെ ഉള്ളൂ? ബിയിൽ ഇല്ലാത്തത് 2, 4, 6, 10. അപ്പൊ ബിയിൽ ഇല്ലാത്ത ആരൊക്കെയാണ്? 2, 4, 6, 10. ഓക്കെ, അപ്പോ ബി കോംപ്ലിമെന്റ് എന്തൊക്കെയാണ്? 2, 4, 6, 10. ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കൂ.
എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ യൂണിയൻ എന്തായിരുന്നു? രണ്ട് സെറ്റ് ഉണ്ട്. യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ചേർത്ത് എഴുതുക. അപ്പൊ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താണ്? ഇവിടെ നമുക്ക് എ കോംപ്ലിമെന്റ് 3, 5, 7, 9 ഉണ്ട്. ബി കോംപ്ലിമെന്റ് 2, 4, 6, 10 ഉണ്ട്. രണ്ടിന്റെയും കൂടി യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിച്ച് എഴുതുക അല്ലേ? അപ്പോൾ 3, 5, 7, 9, 2, 4, 6, 10. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ചെഴുതുക. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഇന്റർസെക്ഷൻ എന്താണ്? കോമൺ എലമെന്റ്സ് അല്ലേ? അപ്പൊ ഈ കോമൺ എലമെന്റ്സ് എങ്ങനെ എഴുതാം? രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? 3, 5, 7, 9 ആണ്. 2, 4, 6, 10 ആണ്. അപ്പൊ കോമൺ ആരും ഇല്ലല്ലോ. അപ്പൊ അത് എന്തായി? ഒരു നൾ സെറ്റ് ആയി അല്ലേ? നൾ സെറ്റ് ആണല്ലോ. കാര്യം നമുക്ക് എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല. ഇനി അടുത്ത ഇ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എ യൂണിയൻ ബി എടുക്കുക, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. എ യൂണിയൻ ബി എടുക്കുക, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്ത് വരും നമുക്ക് നോക്കാം. ഈസ് ഈക്വൽ ടു സെറ്റ്. നോക്കൂ, എ എന്തൊക്കെയുണ്ട്? 1, 2, 4, 6, 8, 10 അല്ലേ? ഏതൊക്കെയാണ്? 1, 2, 4, 6, 8, 10. ഇനി ബി നോക്കൂ, 1, 3, 5, 7, 8, 9. അതിൽ 1ഉം 8ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3, 5, 7, 9 എന്ത് വരും? 3, 5, 7, 9. അപ്പൊ നമ്മുടെ എ യൂണിയൻ ബി കിട്ടിയില്ലേ? 1, 2, 4, 6, 8, 10, 3, 5, 7, 9. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്താണ്? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ യൂണിയൻ ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യണം. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, എ യൂണിയൻ ബി എന്നുള്ള സെറ്റിൽ എലമെന്റ്സ് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഏതാണെന്ന് നോക്കാം. നോക്കൂ, നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 വരെയുള്ള വാല്യൂസ് അല്ലേ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലും കൊടുത്തിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിന്റെ വാല്യൂ? അതേ വാല്യൂ അല്ലേ നമ്മൾ എ യൂണിയൻ ബി എടുത്തപ്പോഴും ഉള്ളത്? അപ്പോൾ എന്തായി? യു മൈനസ് എ യൂണിയൻ ബി, അല്ലെങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്തായി? നൾ സെറ്റ് ആയി. കാര്യം ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സ്, അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലും ഉണ്ട്? എ യൂണിയൻ ബിക്ക് അകത്തും ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനകത്ത് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്തില്ല? വേറെ എലമെന്റ്സ് വരുന്നില്ല. അതായത് അത് നൾ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. എപ്പോഴും മാത്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് അത് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പൊ നമ്മൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാനും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് യു ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം ഏതാണ് കൊടുത്തേക്കുന്നത്? എ കൊടുത്തിട്ടുണ്ട്. എ എന്താണ്? ഒരു എം ടി സെറ്റ് ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ എം ടി സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് യു മൈനസ് എ എടുക്കുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതും എന്ന് പറയണമെങ്കിൽ എക്കകത്ത് എന്തെങ്കിലും എലമെന്റ്സ് വേണമല്ലോ. അപ്പൊ ഇവിടെ എയിൽ എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എ കോംപ്ലിമെന്റ് എന്ത് തന്നെയായിരിക്കും? യുയിലുള്ള എല്ലാ എലമെന്റ്സും വരും. ഓക്കെ, എ ബി സി ഡി ഇ എഫ് വരും. ഇനി ബി നോക്കൂ. ബി ഈസ് ഈക്വൽ ടു സെറ്റ് സി ഡി എഫ് ആണ്. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ത് വരും? യുയിലുള്ളതും ബിയില് ഇല്ലാത്തതും. സിയും ഡിയും എഫും പോയി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? എ ബി ഇ ഉണ്ട്. ആരൊക്കെയാണ്? എ ബി ഇ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡി ഈസ് ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ്. അപ്പൊ ഡി കോംപ്ലിമെന്റ് എന്ത് വരും?
ഡി കോംപ്ലിമെന്റ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതും ഡിയിൽ ഇല്ലാത്തതും. യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാം ഡിയിലും ഇല്ലേ? അപ്പൊ ഡി കോംപ്ലിമെന്റ് എന്താവും? 5 ആവും, അല്ലെങ്കിൽ നൾ സെറ്റ് ആവും. കാര്യം യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലും ഉണ്ട്? ഡിയിലും ഉണ്ട്. അപ്പൊ എന്താണ്? നൾ സെറ്റ് ആവും. അടുത്ത് നോക്കൂ, സി ഈസ് ഈക്വൽ ടു എ ബി ഡി. സി ഈസ് ഈക്വൽ ടു എ ബി ഡി ആണെങ്കിൽ സി കോംപ്ലിമെന്റ് എന്ത് വരും? എ ബി ഡി. ബാക്കി ആരൊക്കെയുണ്ട്? സി ഇ എഫ് വരും അല്ലേ? അപ്പൊ സി കോംപ്ലിമെന്റ് എന്ത് വരും? സി ഇ എഫ് എന്ന് വരും. അടുത്ത് ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ബി സി. അപ്പോൾ ഈ കോംപ്ലിമെന്റ് എന്ത് വരും? ഈ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു ബിയും സിയും ഒഴിച്ച് ബാക്കിയല്ല. അപ്പോൾ എ ഡി ഇ എഫ് ഏതൊക്കെ വരും? എ ഡി ഇ എഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എ സി എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് കോംപ്ലിമെന്റ് എന്ത് വരും? എഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എഫിൽ ഇല്ലാത്തതും, അതായത് യു മൈനസ് എഫ്. എയും സിയും എഫും ഉണ്ട്. അപ്പോൾ എ സി എഫ്. ബാക്കി ആര് വരും? ബി ഡി ഇ വരും. ആരാണ് എഫ് കോംപ്ലിമെന്റ്? ബി ഡി ഇ വരും. അപ്പോൾ കോംപ്ലിമെന്റ്സ് ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഒറ്റയ്ക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇഫ് യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ആൻഡ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 6, ഫൈൻഡ് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റും കൊടുത്തിട്ടുണ്ട്, എ എന്നുള്ള സെറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ആരെ കാണണം? എ യൂണിയൻ എ കോംപ്ലിമെന്റ് കാണണം. അപ്പൊ നമുക്ക് നോക്കാം എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ത് വരുമെന്ന് നോക്കാം. ആദ്യം എ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 6 ആണല്ലേ? എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 6 ആണ്. അതുപോലെ എന്ത് പറയുന്നുണ്ട്? നമ്മൾ പിന്നെ എ കോംപ്ലിമെന്റ് കാണണം. എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു യുയിലുള്ളതും എയിൽ ഇല്ലാത്തതും. ഏതൊക്കെയാണ്? 2ഉം 3ഉം 6ഉം പോയി കഴിഞ്ഞാൽ ആരുണ്ട്? ഒരു 1 4 5 ഉണ്ട് അല്ലേ? 1 4 5. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഇനി നോക്കാം. എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എയിലും എ കോംപ്ലിമെന്റിലും ഉള്ള എലമെന്റ്സ് എഴുതുക. അതാരൊക്കെയാണ്? 2 3 6 1 4 5. നിങ്ങൾ നോക്കൂ, ഇത് തന്നെയല്ലേ ഇവിടെയും? 1 2 3 4 5 6 അല്ലേ ഇവിടെ ഉള്ളത്? 1 2 3 4 5 6. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? നമ്മൾ എ എന്നുള്ളൊരു സെറ്റ് ഉണ്ട്, അതിൻ്റെ തന്നെ കോംപ്ലിമെന്റുമായിട്ട് യൂണിയൻ എടുത്താൽ നമുക്ക് എപ്പോഴും എന്തേ കിട്ടൂ? യൂണിവേഴ്സൽ സെറ്റേ കിട്ടൂ. സെയിം സെറ്റ്സ് തമ്മിൽ അതിന്റെ കോംപ്ലിമെന്റും സെറ്റും തമ്മിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏതാണ് കിട്ടുന്നത്? യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പൊ അതൊരു എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈസ് ഓൾവൈസ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ബി യൂണിയൻ ബി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. സി യൂണിയൻ സി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാലും എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ് ആയാലും അതിന്റെ കോംപ്ലിമെന്റും ആ സെറ്റും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതേ കിട്ടൂ? യൂണിവേഴ്സൽ സെറ്റേ കിട്ടൂ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, 5 ഇന്റർസെക്ഷൻ എ. 5 ഇന്റർസെക്ഷൻ എ ആണ് അടുത്ത് ചോദിച്ചേക്കണം. ഇവിടെ നമുക്ക് എ ഉണ്ട്. എ എത്രയാണ്? 2 3 6 ആണ്. ആരുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കണം? 5 5 എന്താണ്? ഒരു എം ടി സെറ്റ് ആണ് അല്ലേ? എം ടി സെറ്റും എയും കൂടി ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോമൺ എലമെന്റ്സ് കാണുമോ? ഇല്ല. ഒരു എം ടി സെറ്റിനകത്ത് എലമെന്റ്സ് ഇല്ല, എക്കകത്ത് എലമെന്റ്സ് ഉണ്ട്. രണ്ടിലും കൂടി കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും എം ടി സെറ്റും എയും കൂടി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആൻസർ എന്ത് തന്നെ വരൂ? 5 തന്നെ വരൂ. എം ടി സെറ്റ് തന്നെ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നോക്കൂ, എ എത്രയായിരുന്നു? എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 6 ആണ്. അടുത്ത സെറ്റ് എം ടി സെറ്റ് ആയിട്ട് എടുക്കാം. ബി ഈസ് ഈക്വൽ ടു എം ടി സെറ്റ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എടുത്ത് നോക്ക്. രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വരും? 5 വരും. ആ പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 5 ഇന്റർസെക്ഷൻ എ എന്നുള്ളത് ഓൾവൈസ് 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 ഇന്റർസെക്ഷൻ ബിയോ? അതും 5 ആയിരിക്കും. 5 ഇന്റർസെക്ഷൻ സിയോ? അതും 5 ആയിരിക്കും. 5യുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു എം ടി സെറ്റുമായിട്ട് നമ്മൾ ഏതൊരു സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? അതിന്റെ ആൻസർ എം ടി സെറ്റ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. അടുത്ത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് അടുത്ത് നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ എ കണ്ടുവച്ചിട്ടുണ്ട്, എ കോംപ്ലിമെന്റ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നോക്കൂ.
കോമൺ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കോമൺ എലമെന്റ്സ് എയും എ ഇന്റർസെക്ഷനും തമ്മിലുണ്ടോ? എയിലെ എലമെന്റ്സ് 2 3 6 ആണ്. എ കോംപ്ലിമെന്റിലെ എലമെന്റ്സ് 1 4 5 ആണ്. എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. രണ്ടിലും കോമൺ എലമെന്റ്സ് കാണൂല. ഓക്കെ, അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ശരിക്കും ഈ 4 നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഞാൻ അതിന് ഓരോ ക്വസ്റ്റ്യൻ മോഡലിൽ തന്നേ ഉള്ളൂ. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? യു കോംപ്ലിമെന്റ് എ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റും എയുടെ ഇന്റർസെക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. യു കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ. നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക, ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? യു കോംപ്ലിമെന്റ് എപ്പോഴും 5 ആയിരിക്കും. യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എപ്പോഴും എം ടി സെറ്റ് ആയിരിക്കും. അപ്പൊ 5 ഇന്റർസെക്ഷൻ എ തന്നെയല്ലേ ഇവിടെ വരുന്നത്? 5 ഇന്റർസെക്ഷൻ എ എന്ത് തന്നെയാണ്? 5 തന്നെയാണ് അല്ലേ? 5 ഇന്റർസെക്ഷൻ എ എന്താണ്? 5 തന്നെയാണ്. അപ്പോൾ യു കോംപ്ലിമെന്റിന്റെ, അതായത് യു കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം, എം ടി സെറ്റ്, അതായത് 5യുടെ കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? 5യുടെ കോംപ്ലിമെന്റ് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. 5യുടെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ ചോദിക്കണമെങ്കിൽ അത് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് 5 ആയിരിക്കും. 5യുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ പറഞ്ഞു? എ യൂണിയൻ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ അത് ഓൾവൈസ് യൂണിവേഴ്സൽ സെറ്റിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഒരു നൾ സെറ്റും മറ്റൊരു സെറ്റും കൂടി ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ, അതായത് ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റും കൂടി ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും 5 ആയിരിക്കും. യു കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. എം ടി സെറ്റിന്റെ കോംപ്ലിമെന്റ് എപ്പോഴും എന്തായിരിക്കും? യു ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ വെൻ ഡയഗ്രാംസിനെ കുറിച്ച് പറഞ്ഞു, ഓപ്പറേഷൻസ് ഓഫ് സെറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കുറച്ച് വർക്ക് ഷീറ്റ്സും നോക്കി, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ചൊരു വേർഡ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരു ചെറിയ സെക്ഷനും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രിലിംസിന് നിങ്ങൾക്ക് ഇത്രയും മതിയാവും. അഥവാ ഇനി അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലോ, അതുകൊണ്ട് ക്ലാസ് 3 ആയിട്ട് ഞാൻ ബാക്കിയുള്ള പോർഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്